ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അപൂർവമായ ഒരു കാഴ്ചയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും എന്ന് വെച്ചാൽ പരമ്പരാഗതമായ സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയില്ലാത്ത കൊടിക്കൂറയുടെ തണലിലല്ലാതെ ജൻസി എന്ന് വെച്ചാൽ പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ ഒത്തുകൂടിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ എന്ന് മാത്രമല്ല കേന്ദ്ര സർക്കാരിനെതിരെ തന്നെ വലിയ എതിർപ്പുകൾ ഉന്നയിച്ചുകൊണ്ട് രോഷാകുലരായ ജനത അവിടെ ഒരുമിച്ച് കൂടിയതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സുമോദ്, ഇതിപ്പോൾ ജൻസി ചെറുപ്പക്കാർക്കപ്പുറത്തേക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ഇന്നത്തെ ഈ പ്രതിഷേധ സംഗമത്തിനുണ്ടോ? ഇന്നലെ ഈ ഐസ പോലെയുള്ള SFI പോലെയുള്ള സംഘടനകളൊക്കെ ഇതുമായി സഹകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. അവരുടെയൊക്കെ പ്രവർത്തകർ ഇതിനകത്ത് അണിചേരുന്നുണ്ടോ? CPI അടക്കമുള്ള പാർട്ടികളൊക്കെ ഇതുമായി സഹകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. ആ നിലയ്ക്ക് നമുക്ക് ഈ ഇത്തരം പാർട്ടികളുടെ പിന്തുണ അവിടെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടോ? ഇത് വ്യവസ്ഥാപിതമായ ഏതെങ്കിലും പാർട്ടികളുടെ പിന്തുണയല്ല കാണുന്നത് ഇവിടെ, മറിച്ച് രോഷാകുലരായ ചെറുപ്പക്കാർ, അവർ പല പാർട്ടികളിൽ പല സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അവർ ഇങ്ങനെ എത്തുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന ഈ പ്രതിഷേധം ഇവിടെ കൂടുതലും JNUവിൽ നിന്ന് എത്തിയ വിദ്യാർത്ഥികളാണുള്ളത്. JNUവിൽ നിന്ന് എത്തിയ ഐസ സംഘടനയുടെ വിദ്യാർത്ഥികൾ, അവിടെ യൂണിയൻ ഭരിക്കുന്നത് ഐസയാണ്. ഐസ SFI ഭാരവാഹികളാണ്. അവരാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഇതിനകം തന്നെ പല തവണ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. അവർ തന്നെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് മുന്നിൽ സമരം നടത്തി കഴിഞ്ഞു. പക്ഷേ ഇതുവരെ ആ തരത്തിലുള്ള ഒരു രാജിവെക്കുന്നതിന് സൂചന പോലും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി ആര് ആഹ്വാനം ചെയ്യുന്നു എന്നുള്ളതിൽ ഒരു പ്രാധാന്യവുമില്ല. മറിച്ച് ചെറുപ്പക്കാർ ഇവിടെ ഇങ്ങോട്ട് എത്തിയ ചെറുപ്പക്കാർ വലിയ രോഷാകുലരായി തന്നെ എത്തുകയാണ്. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ദീപ്കെ ഇപ്പോൾ ഇങ്ങോട്ട് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. കാര്യം ആദ്യം വിമാനത്താവളത്തിൽ നിന്ന് 1 മണിക്കൂർ ചർച്ച നടത്തിയിരുന്നു, പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നു. അഭിജിത്ത് ദീപ്കെ പോലീസ് ഉദ്യോഗസ്ഥരോട് ഉറപ്പ് നൽകിയത് ഒരു കാരണവശാലും ഒരു അക്രമത്തിൻ്റെ മാർഗത്തിലൂടെ ഒരു കാരണവശാലും സമരത്തിലേക്ക് പോകില്ല. പകരം പൂക്കളും പുസ്തകങ്ങളും ഉയർത്തിയ പതാകയും ഉയർത്തിക്കൊണ്ട്, ദേശീയ പതാകയും ഉയർത്തിക്കൊണ്ടുള്ള ഒരു സമരം തന്നെയാണ് നടത്താൻ പോകുന്നത് എന്നുള്ളതാണ് കാര്യങ്ങൾ പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പോൾ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് ഡോക്ടർ BR അംബേദ്കർ, ഭഗത് സിംഗ്, മഹാത്മാഗാന്ധി എന്നിവരുടെ ചിത്രങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ഒരു സമരമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അഭിജിത്ത് ദീപ്കെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ സമരവേദിയിലേക്ക് അഭിജിത്ത് ദീപ്കെ ഉടൻ തന്നെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യും. എത്തിയ അഭിജിത്ത് ദീപ്കയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് CJP പ്രവർത്തകർ ഇപ്പോൾ ഒരുമിച്ച് കൂടുന്ന ഒരു കാഴ്ചയാണ്, ജന്തർ മന്ദറിൽ ഒരുമിച്ച് കാണുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പാർട്ടികളുടെ തലവൻ, കോക്രോച്ച് പാർട്ടിയുടെ തലവൻ ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയാണ്. അഭിജിത്ത് ദീപ്കെ ഈ അവിടെ ഒരുമിച്ച് കൂടിയ പ്രതിഷേധക്കാരുടെ ഇടയിലേക്ക്, യുവാക്കളുടെ ഇടയിലേക്ക്, ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് അവരുടെ തലവൻ എത്തുന്നു. സ്വാഭാവികമായും വൈകാരികമായി ആവേശപൂർവ്വം അവരുടെ നേതാവിനെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇന്ന് അല്പസമയം മുമ്പാണ് ഡൽഹിയിൽ അഭിജിത്ത് ദീപ്കെ വിമാനമിറങ്ങിയത്. വലിയ സ്വീകരണം അദ്ദേഹത്തിന് പുറത്തൊരുക്കിയിരുന്നു. തന്നെ സ്വീകരിക്കാൻ വരരുത് എന്ന് അദ്ദേഹം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ കൂടിയും വൈകാരികമായി സ്വീകരണം അവിടെ ഒരുക്കിയിരുന്നു. ഇപ്പോൾ അഭിജിത്ത് ദീപ്കെ ജന്തർ മന്ദിറിലേക്ക് എത്തുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി കാണാം. എന്തായാലും ചരിത്രമുറങ്ങുന്ന ഒരു മണ്ണാണ് ജന്തർ മന്ദിർ. പലതരം പ്രതിഷേധ സംഗമങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ വലിയ കോളിളക്കമുണ്ടാക്കിയ ഒരുപാട് പ്രതിഷേധ കൂട്ടായ്മകൾ നടന്ന ഒരു മണ്ണും കൂടിയാണ് ജന്തർ മന്ദിർ. ആം ആദ്മി പാർട്ടിക്ക് രൂപം കൊണ്ടതുവരെ അവിടെ അണ്ണാ ഹസാരിയുടെ അടക്കം നേതൃത്വത്തിൽ നടന്ന പലതരം പ്രതിഷേധ കൂട്ടായ്മകൾക്കൊടുക്കമാണ്. ആ ജന്തർ മന്ദിറിൽ തന്നെയാണ് ഇപ്പോൾ പുതിയൊരു കൂട്ടായ്മ രൂപം കൊള്ളുന്നത്. യുവാക്കളുടെ രോഷം നമ്മൾ കാണുന്നത്. ആ നിലക്ക് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ എത്ര വലിയ പ്രധാനപ്പെട്ട ഒരു അധ്യായമായി ഇതിനെ കാണേണ്ടി വരും. വളരെ ഏടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ
തന്നെ അണ്ണാ ഹസാരെ സമരം ഇരുന്ന അതേ വേദിയിൽ അതേ ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ ഇവർ ഒരുമിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ കണ്ടറിയേണ്ടത്. മാത്രമല്ല, നേരത്തെ അണ്ണാ ഹസാരെ സമരം ചെയ്ത് കഴിഞ്ഞപ്പോൾ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭവുമായി ആളുകൾ രംഗത്തേക്ക് ഇറങ്ങി. ഇന്ത്യ എഗൻസ്റ്റ് കറപ്ഷൻ എന്ന തരത്തിലായിരുന്നു അന്ന് ഒരു പ്രക്ഷോഭം ഉണ്ടായിരുന്നത് ഇറങ്ങിയിരുന്നെങ്കിൽ ഇത് ആദ്യ ദിവസം തന്നെ ഇപ്പോൾ ചെറുപ്പക്കാർ ഈ വേദിയിലേക്ക് എത്തുന്നൊരു കാഴ്ചയാണ് കണ്ടത്. നേരത്തെ അണ്ണാ ഹസാരെ സമരം ചെയ്തിരുന്ന സമയത്താണെങ്കിൽ അണ്ണാ ഹസാരെ വിഹാരം കിടക്കുന്നത് രാജ്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട്